ക്ലിക്ക് വൺ മീഡിയ നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അൽപ്പൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് എത്തിയത്. ചില വിഷയങ്ങളിൽ ചില ആളുകളെ എത്ര ഉന്നതിയിലെത്തിച്ചാലും അവൻ്റെ തനി ഗുണം കാണിക്കും എന്നുള്ളത് സർവ്വസാധാരണമായി നാം പറഞ്ഞു കേൾക്കാറുള്ളതാണ്. ഇപ്പം നടന്ന സംഭവം, ആസിഫ് അലി എന്ന് പറയുന്ന ഒരു മഹാനടൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹത്തിന് ഈ സിനിമാ മേഖലയുമായി യാതൊരു കുടുംബ പശ്ചാത്തലവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് മാത്രം മുന്നോട്ട് വന്ന ഒരു യുവനടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഏതൊരാളും അംഗീകരിക്കും. അത്രത്തോളം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ വളരെ മികച്ച രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് യുവതലമുറയ്ക്ക് പഠനവിധേയമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിശ്രമമാണ്, പ്രയത്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാൾ ഒരു വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലവാരം എന്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അത് അറിയേണ്ടവർ അറിയണം. രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരാൾക്ക്, അയാളെ എത്ര പേർക്കറിയാം എന്ന് കേരളത്തോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. വലിയ ഞാൻ പല രീതിയിലും പല സമയത്തും ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. ആസിഫ് അലി എനിക്ക് അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലയും മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ അടുത്തറിയാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മനോവിഷമം അദ്ദേഹം ഒരിക്കലും പുറത്തു കാണിക്കാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. രമേശ് നാരായണൻ എന്ന് പറഞ്ഞ സംഗീതത്തിൻ്റെ അങ്ങേയറ്റത്തെ സംഗീതത്തിനെ കൈമാറാൻ നിന്നത് തന്നെ തെറ്റാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ രമേശ് നാരായണനെ എത്ര പേർക്കറിയാം? അദ്ദേഹം വലിയ കലാകാരനായിരിക്കാം, വലിയ സാഹിത്യകാരനായിരിക്കാം, ലോകത്തുനിന്ന് പലയിടത്തുനിന്നും അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ആളായിരിക്കാം. പക്ഷേ മനുഷ്യത്വം എന്നൊരു സംഭവമുണ്ട്. മനുഷ്യനെ അംഗീകരിക്കുന്നതിന് ഉണ്ടാകേണ്ട കുറെ മാനദണ്ഡങ്ങളുണ്ട്. മനുഷ്യനെ അറിയണം. അതാരായാലും മനുഷ്യനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു എന്ന് അയാൾ പിന്നീട് സമയം കിട്ടുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് വീഡിയോ കൊണ്ട് വിലയിരുത്തണം. ഈ സംഘത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് മേലാളന്മാരുണ്ടാവാം, കീഴാളന്മാരുണ്ടാവാം, മന്ത്രിപദത്തിലാളുണ്ടാവാം, മന്ത്രിയായാലും തന്ത്രിയായാലും മേലാളനായാലും കീഴാളനായാലും ഇവരെല്ലാം ഒരേ മനോഭാവമുള്ളവരാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസിഫ് അലിയെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ആ നിറപുഞ്ചിരിയോടെയുള്ള ആ നിൽപ്പും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഇടപെടലും കണ്ടാൽ മനസ്സിലാകും ആസിഫ് അലിയെ വലിയ രീതിയിലൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കും എന്നുള്ള ചൊല്ലുണ്ടല്ലോ, അതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ രമേശ് നാരായണന്റെ ഇടപെടൽ എന്ന് മാത്രമാണ് ഈ അവസ്ഥ സൂചിപ്പിക്കാനുള്ളത്. എല്ലാ സപ്പോർട്ടും ആസിഫ് അലിക്ക് നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.